കഴക്കൂട്ടത്ത് കടകംപള്ളിയെ മത്സരിപ്പിക്കേണ്ടെന്ന് CPM-ന്റെ ജില്ലാ നേതൃത്വത്തിൽ വൻ ആവശ്യം. സ്വർണ്ണക്കൊള്ളക്കേസിൽ ആകെ നാറി നിൽക്കുന്ന മുൻ ദേവസ്വം മന്ത്രി കൂടിയായ കടകംപള്ളി സുരേന്ദ്രനെ കഴക്കൂട്ടത്ത് മത്സരിപ്പിച്ചാൽ അത് പാർട്ടിക്ക് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്നാണ് തിരുവനന്തപുരം ജില്ലയിലെ CPM-ലെ വലിയൊരു വിഭാഗം നേതാക്കളുടെ ഇപ്പോഴത്തെ ആവശ്യം. വട്ടിയൂർക്കാവിൽ നിന്ന് PS പ്രശാന്തിനെ കഴക്കൂട്ടത്തേക്ക് മാറ്റി മത്സരിപ്പിക്കണമെന്നുള്ള ആവശ്യവും CPM-ന്റെ ജില്ലാ കമ്മിറ്റി നേതൃനിരയിലെ വലിയൊരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. 2016-ലും 2021-ലും കഴക്കൂട്ടത്ത് നിന്ന് നിയമസഭയിലെത്തിയ നേതാവാണ് കടകംപള്ളി സുരേന്ദ്രൻ. 2016-ൽ നേരിയ ഭൂരിപക്ഷത്തിനാണ്, ഏകദേശം 6000-ഓളം 7000-ഓളം ഭൂരിപക്ഷത്തിന് മാത്രമാണ് കഴക്കൂട്ടത്ത് വി മുരളീധരന് മുന്നിൽ കടകംപള്ളി സുരേന്ദ്രൻ വിജയിച്ച് കയറിയത്. MA വാഹിദിനെ 3-ാം സ്ഥാനത്തേക്ക് നൽകി 42,000-ലധികം വോട്ടുകളാണ് കഴക്കൂട്ടത്ത് 2016-ൽ വി മുരളീധരൻ കരസ്ഥമാക്കിയത്. 2021 എത്തുമ്പോഴേക്കും ശോഭാ സുരേന്ദ്രനാണ് BJP സ്ഥാനാർത്ഥിയായി കഴക്കൂട്ടത്ത് മത്സരിക്കാനെത്തിയത്. ഡോക്ടർ എസ് എസ് ലാൽ UDF സ്ഥാനാർത്ഥിയായി കഴക്കൂട്ടത്ത് മത്സരിച്ചു. ഈ തെരഞ്ഞെടുപ്പിലും കടകംപള്ളി സുരേന്ദ്രന് വിജയിക്കാൻ കഴിഞ്ഞു. തൊട്ടു മുൻപത്തെ ഇലക്ഷനേക്കാൾ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ കടകംപള്ളി സുരേന്ദ്രന് കഴിഞ്ഞു. 63,690 വോട്ടാണ് 2021-ൽ കടകംപള്ളി സുരേന്ദ്രൻ കഴക്കൂട്ടത്ത് നേടിയത്. ആ സമയത്ത് ശോഭാ സുരേന്ദ്രനായിരുന്നു BJP. ശോഭാ സുരേന്ദ്രൻ 2-ാം സ്ഥാനത്തെത്തി. 40,193 വോട്ടുകളാണ് കഴക്കൂട്ടത്ത് ശോഭാ സുരേന്ദ്രൻ 2021-ൽ നേടിയത്. കോൺഗ്രസ് സ്വാഭാവികമായി 3-ാം സ്ഥാനത്തേക്ക് കുപ്പുകുത്തുകയായിരുന്നു. പക്ഷേ കോൺഗ്രസിന്റെ SS ലാൽ എന്ന സ്ഥാനാർത്ഥി തൊട്ടു മുമ്പത്തെ തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് കോൺഗ്രസിനൊരു മേൽക്കോയ്മ ഉണ്ടാക്കിയ ഘടകം. 2026 എത്തുമ്പോഴേക്കും കടകംപള്ളി സുരേന്ദ്രൻ എന്ന CPM-ന്റെ തിരുവനന്തപുരം ജില്ലയിലെ പ്രമുഖ നേതാവ്, മുൻ ദേവസ്വം മന്ത്രി, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വലിയ ആക്ഷേപങ്ങൾ നേരിട്ട് നിൽക്കുകയാണ്. ഹൈക്കോടതി പോലും കടകംപള്ളി സുരേന്ദ്രന്റെ പേരെടുത്ത് പരാമർശിച്ചു എന്നുള്ളത് കടകംപള്ളി സുരേന്ദ്രനോ CPM-നോ സ്വർണ്ണക്കൊള്ളയിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കടകംപള്ളിയിലേക്ക് അന്വേഷണം എത്തിയപ്പോൾ, കടകംപള്ളിയുടെ അറസ്റ്റിലേക്ക് അന്വേഷണം എത്തിയപ്പോൾ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടായി എന്നുള്ള ആക്ഷേപവും ഇതിനകം ഉയരുന്നുണ്ട്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ കടകംപള്ളിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തിയതെന്നും കടകംപള്ളിക്ക് 2016 മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സിംഗപ്പൂർ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് കടകംപള്ളി യാത്ര ചെയ്തിട്ടുണ്ടെന്നും അടക്കമുള്ള ആരോപണങ്ങളും പ്രതിപക്ഷം ഉയർത്തിയിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ 2019-ൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ A. പത്മകുമാർ തന്നെ മൊഴി നൽകിയിട്ടുണ്ട്. തനിക്ക് മുൻപ്, താൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നതിന് മുൻപ് കടകംപള്ളിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ട്. അപ്പോൾ 2019-ൽ ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്ന 2019-ൽ തന്നെ കടകംപള്ളിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്റെ മണ്ഡലമായ കഴക്കൂട്ടത്ത് എത്തിയിട്ടുണ്ട്. അവിടെ നിർധനരായിട്ടുള്ള ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന ചില പദ്ധതികൾ ഉണ്ടായിരുന്നു. ആ പദ്ധതികൾക്ക് മേൽനോട്ടം വഹിച്ചത് പോലും കടകംപള്ളി സുരേന്ദ്രനാണെന്നും അതിന് പണമിറക്കിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നുമുള്ള ആക്ഷേപങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു. അപ്പോൾ ഇത്തരം ആക്ഷേപങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ കടകംപള്ളിയെ പോലെ ഒരാളിനെ ഇനി കഴക്കൂട്ടത്ത് മത്സരിപ്പിക്കുന്നത് അത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയാകുമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണക്കൊള്ള വിഷയം CPM-ന് എതിരായിട്ടുള്ള ഒരു വലിയ വികാരമായി മാറിയതിന്റെ അനുഭവങ്ങൾ CPM-നുണ്ട്. അപ്പോൾ കടകംപള്ളിയെ പോലെ ഒരാളെ വീണ്ടും മത്സരിപ്പിച്ച് സ്വർണ്ണക്കൊള്ള സംസ്ഥാനത്തുടനീളം വലിയ ചർച്ചയാക്കി മാറ്റാൻ CPM-ന് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ കടകംപള്ളിക്ക് ഇത്തവണ സീറ്റ് നിഷേധിക്കപ്പെടുകയും കഴക്കൂട്ടത്ത് മറ്റൊരാളെ പരിഗണിക്കണമെന്നുമാണ് ഇപ്പോൾ CPM-ന്റെ ജില്ലാ നേതൃത്വത്തിലെ പ്രധാനപ്പെട്ട ആവശ്യം. CPM-ലെ ആര് കഴക്കൂട്ടത്തേക്ക് മത്സരിക്കാത്തും PS പ്രശാന്തിനെ കൊണ്ടുവന്നാൽ വട്ടിയൂർക്കാവ് സീറ്റ് നഷ്ടപ്പെടും. വട്ടിയൂർക്കാവിൽ K. മുരളീധരൻ മത്സരിക്കുന്നുണ്ട്. BJP ഏറ്റവും തലയെടുപ്പുള്ള ഒരാളെ വട്ടിയൂർക്കാവിൽ മത്സരിപ്പിക്കും. അങ്ങനെയെങ്കിൽ PS പ്രശാന്ത് ഇല്ലെങ്കിൽ വട്ടിയൂർക്കാവ് സീറ്റ് നഷ്ടപ്പെടും. കഴക്കൂട്ടം കിട്ടുമെന്ന് ഉറപ്പില്ല. കാരണം വി മുരളീധരനാണ് അവിടെ മത്സരിക്കുന്നത്. വി മുരളീധരൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ BJP 1-ാം സ്ഥാനം നേടിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടകംപള്ളിക്ക് സീറ്റില്ല എന്നുള്ളതാണ് പുറത്തുവരുന്ന ഏറ്റവും നിർണായകമായ വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CBI എത്തുമോ? നിർണായകമായ ഹൈക്കോടതി വിധി ഇന്ന്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നൽകിയ ഹർജി ഇന്ന് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും. കഴിഞ്ഞ തവണ ഹൈക്കോടതി ഈ ഹർജി പരിഗണിച്ചപ്പോൾ CBI-യുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു, നിലപാട് ആരാഞ്ഞിരുന്നു. അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്നാണ്
അന്ന് CBI സംഘം ഹൈക്കോടതിയെ അറിയിച്ചിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇന്ന് കേസ് പരിഗണിക്കാൻ ഹൈക്കോടതി തീരുമാനിച്ചത്. ഇന്ന് കേസ് പരിഗണിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എതിർ അഭിപ്രായങ്ങൾ ഉയരുമോ എന്നുള്ളതാണ് പ്രധാനമായി ഉയരുന്ന ചോദ്യം. നേരത്തെ തന്നെ CBI അന്വേഷണത്തെ സംസ്ഥാന സർക്കാർ നേരിടാൻ തയ്യാറായിരുന്നു. CBI അന്വേഷണത്തെ എതിർക്കാനുള്ള നീക്കമായിരുന്നു സംസ്ഥാന സർക്കാർ കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോഴും നടത്തിയത്. അതായത് കേസിൽ നിർണായകമായ ഒരു സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം നടക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ CBI അന്വേഷണത്തിലേക്ക് കൈമാറിയാൽ നിലവിൽ നടക്കുന്ന അന്വേഷണത്തിന്റെ മെറിറ്റ് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ CBI അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നും കേസിൽ സംസ്ഥാന സർക്കാരിന്റെ ഗൗരവമുള്ള നിർണായകമായുള്ള അന്വേഷണം നടക്കുകയാണെന്നുമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അതേസമയം കേസിൽ ഉന്നതന്മാർ ഇനിയും പിടിയിലാകാനുണ്ടെന്നും സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് പോകുന്ന ഈ കേസിൽ സംസ്ഥാന പോലീസ് അന്വേഷിച്ചാൽ സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെടുമെന്നും അതുകൊണ്ട് തന്നെ യഥാർത്ഥ പ്രതികളിലേക്ക് എത്തൂല എന്നുമാണ് കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനും വാദിക്കുന്നത്. എന്തായാലും സ്വർണ്ണക്കൊള്ളയിൽ ഉന്നതന്മാരെ പിടികൂടാൻ CBI എത്തുമോ? ഏറ്റവും നിർണായകമായി വരുന്ന ചോദ്യമാണ് ഇത്.